വീണ്ടും വാട്ടർ ബോംബ്, അത് പാകിസ്ഥാനിലേക്ക് ഇന്ത്യയുടെ പണി തുടങ്ങിക്കഴിഞ്ഞു. എങ്ങനെ കാണുന്നു അതിനെ? തീർച്ചയായിട്ടും ജലയുദ്ധം ആദ്യം തന്നെ നയതന്ത്ര പ്രകടനമായി പാകിസ്ഥാന് ഇന്ത്യ നൽകിയിരുന്നു എന്നുള്ളതാണ്. പിന്നീട് പാകിസ്ഥാൻ അതിൽ നിലവിളിച്ച് കരഞ്ഞ് കാല് പിടിച്ചപ്പോൾ ഇന്ത്യ പറഞ്ഞു എന്നാൽ കുറച്ച് വെള്ളം തന്നേക്കാന്ന് പറഞ്ഞുകൊണ്ട് ഉറി ഡാം തുറന്നു വിട്ടുകൊണ്ട് ഒരു മിന്നൽ പ്രളയം കൊടുത്തു. കൃഷി മുഴുവൻ നശിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങൾ ഇപ്പോൾ അണുബോംബിടും, 130 അണു ആയുധങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഇപ്പോൾ തന്നെ അത് ഇന്ത്യയിലേക്ക് അയക്കും, ഇന്ത്യയെ തകർക്കും, ഞങ്ങൾ ഏത് യുദ്ധത്തിനും തയ്യാറാണെന്നൊക്കെ പറയുന്ന പാകിസ്ഥാൻ ഈ ബങ്കറുകൾ കിടന്ന തീവ്രവാദികളെയൊക്കെ ഒഴിപ്പിക്കുകയാണ്, സൈനികരെ ഒഴിപ്പിക്കുകയാണ്, അതിർത്തി മേഖലയിൽ നിന്ന് സൈനികരെയും തീവ്രവാദികളെയും തീവ്രവാദ ക്യാമ്പുകൾ ഒഴിപ്പിക്കുകയാണ്. തീവ്രവാദ ക്യാമ്പുകളൊക്കെ പട്ടാള മേധാവിയുടെ അല്ലെങ്കിൽ സേനയുടെ അടുത്ത് തന്നെ സ്ഥാപിച്ചുകൊണ്ട് അവരെ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്നിട്ടും അഹങ്കാരം തീരുന്നില്ല. ഞങ്ങൾ ഇന്ത്യയുമായി യുദ്ധം നടത്തും, ഇന്ത്യ പറയുന്ന ഏത് ആക്രമണത്തിനും ഞങ്ങൾ തയ്യാറാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വായിൽ വർത്താനമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇന്ത്യ ഒരു തരത്തിലും മറുപടി നൽകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഇന്ത്യ അടിക്ക് തിരിച്ചടി, അതിനു മുൻപേ ഉള്ള പ്രഹരങ്ങളെല്ലാം ഇന്ത്യ നൽകി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ വരുന്നത് മൊത്തം വെള്ളം കിട്ടാതെ കരിഞ്ഞ് കൃഷിയെല്ലാം നശിച്ച് ഒരു പരുവമായി, ഇനി ഒന്നും രക്ഷയില്ല എന്നുള്ളതാണ്. ഈ പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലേക്ക് ജലം നൽകുന്ന ഇൻഡസ് വാലി കരാറിൽ നിന്ന് പിൻവാങ്ങുമെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചതിന് ദിവസങ്ങൾക്കകം പാകിസ്ഥാനിലെ ചെനാബ് നദി വറ്റി വരണ്ടു എന്നാണ് റിപ്പോർട്ട്. ഉപഗ്രഹ ദൃശ്യങ്ങളെ ആസ്പദമാക്കി ടൈംസ് നൗവാണ് ഇക്കാര്യം പറയുന്നത്. പാകിസ്ഥാനിൽ കൃഷികൾക്കുൾപ്പെടെ ജലസേചനത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്നത് ചെനാബ് നദിയിലെ വെള്ളമാണ്. ഉടമ്പടി പ്രകാരം ചെനാബിലെ ജലം പാകിസ്ഥാന് അവകാശപ്പെട്ടതാണ്. ഇതിലെ ജലം നിരവധി കനാലുകൾ വഴി രവി നദിയിലേക്കും പ്രവേശിക്കുന്നുണ്ട്. ഇൻഡസ് ഝലം നദികൾക്കൊപ്പം പ്രധാനപ്പെട്ട പടിഞ്ഞാറൻ നദിയാണ് ചെനാബ്. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലുള്ള സെയിൽകോട്ടിൽ ചെനാബ് നദിയുടെ ഭാഗം വരണ്ടുണങ്ങിയെന്നാണ് ഉപഗ്രഹ ദൃശ്യങ്ങൾ കാണിച്ചു തരുന്നത്. ജമ്മു കാശ്മീരിലെ ബാംഗ്ലിഹാർ അണക്കെട്ടിലൂടെ വെള്ളം ക്രമീകരിച്ചാണ് ഇന്ത്യ നദിയിലേക്കുള്ള ഒഴുക്ക് തടസ്സപ്പെടുത്തിയതെന്നാണ് കരുതുന്നത്. ഈ ഡാമിൻ്റെ നിർമ്മാണം നേരത്തെയും പാകിസ്ഥാനുമായുള്ള തർക്കത്തിന് ഇടയാക്കിയിരുന്നു. 2008 അണക്കെട്ടിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. ഇൻഡസ് വാലി വെള്ളക്കരാറിനെ ബാധിക്കുമെന്ന തർക്കവും അന്ന് പാകിസ്ഥാൻ ഉന്നയിച്ചിരുന്നു. അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിലൂടെ 900 മെഗാവാട്ട് വൈദ്യുതിയാണ് ഇന്ത്യ നിർമ്മിക്കുന്നത്. 144.5 മീറ്റർ ഉയരമുള്ള അണക്കെട്ടിന് ഭൂഗർഭ പവർ ഹൗസുമുണ്ട്. നിലവിൽ പാകൽ ദുൽ, ക്വാർ, കിറു, കിർത്തായി, 1, 2, ബർസാർ, റാറ്റിൽ എന്നിവയുടെ നിർമ്മാണവും പുരോഗമിക്കുന്നുണ്ട്. ഏപ്രിൽ 26 നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ ആദ്യം എടുത്ത നടപടി പാകിസ്ഥാനുമായുള്ള ജലകരാർ റദ്ദാക്കുക എന്നതായിരുന്നു. ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ നടപ്പിലാക്കിയ കരാർ റദ്ദാക്കിയതിന്റെ പേരിൽ ഇന്ത്യയെ രാജ്യാന്തര കോടതി കയറ്റാനുള്ള നീക്കത്തിനിടെയാണ് പുതിയ വിവരങ്ങളും പുറത്തുവരുന്നത്. ആക്രമണം നടന്ന ഏപ്രിൽ 26, 29 തീയതികളിൽ പുറത്തുവന്ന സാറ്റലൈറ്റ് ദൃശ്യങ്ങളാണ് ഇപ്പോഴത്തെ സൂചനകൾ നൽകുന്നത്. നദിയിലേക്കുള്ള ജലപ്രവാഹം കുറഞ്ഞതിൻ്റെ സൂചനയായിട്ടാണ് ഇതിനെ പാകിസ്ഥാൻ കാണുന്നത്. ചെനാബ് നദിയിലേക്കുള്ള ജലപ്രവാഹം ഒരാഴ്ച നിയന്ത്രിച്ചാൽ തന്നെ അത് പാകിസ്ഥാനിലെ പ്രത്യേകിച്ച് പഞ്ചാബിലെ കൃഷിയെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടുന്നത് കടുക്, റാബി എന്നിവയിൽ 50% വരെ ഇടിവുണ്ടാകും. കോട്ടൺ, നെല്ല് എന്നിവയുടെ കൃഷിയെയും ബാധിക്കും. സ്ഥിരമായി വെള്ളം തടയുന്നതിന് സമയമെടുത്തേക്കാം. പക്ഷേ നിയന്ത്രണങ്ങൾ പാകിസ്ഥാനിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയല്ല എന്ന് പാകിസ്ഥാനിലെ കൃഷിയെക്കുറിച്ച് നിരീക്ഷിക്കുന്നവർ പറയുന്നുണ്ട്. ആക്രമണം നടന്നതിന് പിന്നാലെ വാട്ടർ റിസോഴ്സ് സെക്രട്ടറി ദേശാബ്രി മുഖർജി പാകിസ്ഥാൻ എഴുതിയ കത്തിലാണ് അതിർത്തി കടന്നുള്ള തീവ്രവാദം പാകിസ്ഥാൻ നിയന്ത്രിക്കാത്ത സാഹചര്യത്തിൽ കരാർ റദ്ദാക്കുന്നു എന്ന് വ്യക്തമാക്കുന്നത്. ഇന്ത്യക്ക് കരാറിന്മേലുള്ള പൂർണ്ണ അവകാശം ഉപയോഗിച്ചാണ് ഈ നടപടി എടുക്കുന്നതെന്നും കത്തിൽ വ്യക്തമാക്കിയിരുന്നു. കശ്മീരിലെ ജനസംഖ്യ, ക്ലീൻ എനർജി സാധ്യതകൾ വികസിപ്പിക്കൽ, മറ്റു മാറ്റങ്ങൾ എന്നിവ കണക്കാക്കിയാണ് കരാറിലെ കാര്യങ്ങൾ പുനഃപരിശോധിക്കുന്നതെന്ന് കത്തിൽ പറഞ്ഞിരുന്നു. അട്ടാരിയിലെ ഇന്ത്യ പാക് പാതയടയ്ക്കുന്നതിനൊപ്പം നിരവധി നയതന്ത്ര നീക്കങ്ങളാണ് ഇന്ത്യ നടത്തിയത്. കരാർ റദ്ദാക്കുന്നതിനെതിരെ രൂക്ഷമായിട്ടാണ് പാകിസ്ഥാൻ പ്രതികരിച്ചത്. അതിർത്തിയിൽ പ്രകോപനവും ആരംഭിച്ചിരുന്നു. പക്ഷെ ഇതൊന്നും ഇന്ത്യ മൈൻഡേ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചെനാബ് നദി വറ്റി വരണ്ട് അവിടെയുള്ള കൃഷി എല്ലാം നശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വെള്ളത്തിന്
തീരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുടിവെള്ളത്തിന് കൂടി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് രാജ്യം എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കുടിവെള്ളത്തിന് കൂടി ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും അവിടെയുള്ള ജനങ്ങൾ ഇളകി മറിയും. ഇപ്പോൾ തന്നെ അവിടെ പ്രാദേശികമായിട്ട് വലിയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അങ്ങോട്ട് പാകിസ്ഥാൻ്റെ ദിനങ്ങൾ വളരെ എണ്ണപ്പെട്ട് കഴിഞ്ഞു. അതുമാത്രമല്ല, ഇപ്പോൾ സൈനിക മേധാവിയെ കാണാനില്ല. ഇനിയിപ്പോൾ അവിടുത്തെ അധികൃതരൊക്കെ തന്നെ ഇതിന് മറുപടി പറയേണ്ടി വരും. അവർ ഒളിക്കേണ്ടി വരും. സൈനികർ ഒളിക്കുന്നു, അല്ലെങ്കിൽ ഓഫീസർമാർ ഒളിക്കുന്നു. അപ്പോൾ പാകിസ്ഥാൻ ശരിക്കും പറഞ്ഞാൽ ആകെ അരക്ഷിതാവസ്ഥയിലാണ്. ഒരു വെന്റിലേറ്ററിലേക്ക് പാകിസ്ഥാൻ നീങ്ങുന്നുവെന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ത്യൻ സൈന്യം അത്രയ്ക്ക് സജ്ജമായിരിക്കുന്നു. ഇന്ത്യയിലെ പണികൾ ഏത് തരത്തിലായിരിക്കും എത്തുക എന്ന് ഇവർക്ക് കണ്ടറിയേണ്ടി വരും. കാരണം വളരെ പെട്ടെന്നുള്ള തീരുമാനങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പട്ടാളക്കാർ ഉൾപ്പെടെ ഒളിച്ചോടുന്നത്. പുതിയ റിക്രൂട്ട്മെൻറ്റ് വേഗത്തിൽ നടത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഇത്രയും ഒരു പണി കിട്ടുമെന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിച്ച് കാണില്ല. തീർച്ചയായിട്ടും പാകിസ്ഥാൻ കരുതിയത് എല്ലാ തവണത്തെ പോലെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തി ഇന്ത്യ അങ്ങ് പിന്മാറും, ഇന്ത്യ കൂടുതൽ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ വരില്ല എന്നൊക്കെയാണ് കരുതിയത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ നിരപരാധികളായ ആളുകളെയാണ്. ഇപ്പോൾ ഇന്നലെ ആരോ പറയുന്നത് കേട്ട്, എനിക്ക് തോന്നുന്നു മീഡിയ വണ്ണിലെ ഒരു മാധ്യമപ്രവർത്തകൻ പറഞ്ഞതായിട്ട് ആരോ പോസ്റ്റ് ഇട്ടേക്കുന്നുണ്ട്, സൈനികരാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു എന്നുള്ള രീതിയിൽ. അതായത് സൈനികരെ കൊന്നാലും കുഴപ്പമില്ല, ആ ഒരു അർത്ഥത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ആരോ എനിക്ക് അയച്ചു തന്നതാണോ പോസ്റ്റ് ഇട്ടതാണോ ശ്രദ്ധിക്കുന്നില്ല ഞാൻ. അപ്പോൾ അത്തരത്തിൽ ആളുകൾ പിന്നെ പല രീതിയിൽ ഇന്ത്യയിലിരുന്ന് പാകിസ്ഥാനെ സ്നേഹിക്കുന്ന പലരും ഉണ്ട്. പാകിസ്ഥാനിലെ ആർക്കും ഒന്നും സംഭവിക്കരുതേ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ തേങ്ങ ഉടയ്ക്കുന്നത് വരെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കേരളത്തിൽ കൂടുതൽ പേരുണ്ട്. അവരിപ്പോൾ പല അമ്പലങ്ങളിലും നേർച്ചയിട്ടിട്ടുണ്ട്, പാകിസ്ഥാൻ ഒന്നും സംഭവിക്കരുതേ, പാകിസ്ഥാൻ നമ്മുടെ നെഞ്ചിലാണ്. പണ്ട് ചങ്കിലെ ചൈനയായിരുന്നു, ഇപ്പോൾ കേരളത്തിലുള്ളവർക്ക് ചങ്കിലെ പാകിസ്ഥാനാണ്. പച്ച കണ്ടു കഴിഞ്ഞാൽ നിൽക്കുന്നിടത്ത് നിന്ന് തൊഴുവെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സാഹചര്യം എത്തി നിൽക്കുന്നു. നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നതിനേക്കാളും നമ്മുടെ ശത്രു രാജ്യത്തെ സ്നേഹിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് ശത്രുക്കൾ രാജ്യത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് മറ്റൊരു സംഗതി. പക്ഷേ ശത്രു രാജ്യത്തെ നമ്മുടെ രാജ്യത്തെ ആക്രമിച്ചാൽ ഇനി പഴയതുപോലെ നമ്മൾ നോക്കിയിരിക്കില്ല, അതിന് പൂർണ്ണമായും തിരിച്ചടി നൽകിയിരിക്കും എന്ന് തന്നെയാണ് ഇന്ത്യ നയതന്ത്ര പ്രഹരത്തിലൂടെ നൽകിയ സൂചന. ഇനി തിരിച്ചടി, ഒരു യുദ്ധമുണ്ടായാൽ ഇന്ത്യയുടെ സാമ്പത്തിക ശക്തിയെ കൂടി അത് ബാധിക്കും. കാരണം യുദ്ധമുണ്ടാകാൻ ഈ ആയുധങ്ങൾ നിർമ്മിക്കുന്ന രാജ്യങ്ങൾ കാത്തിരിക്കുകയാണ്, അവർക്കിത് വിറ്റഴിക്കണമല്ലോ, പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ. അവരിപ്പോൾ ഒപ്പം നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ യുദ്ധമുണ്ടാകാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളാണ് അമേരിക്കയും ചൈനയും ഒക്കെ. കാരണം അവരുടെ യുദ്ധ സാമഗ്രികൾ വിറ്റഴിക്കണം, അവർക്ക് അതിലൂടെ പണം കിട്ടണം എന്നുള്ളത്. പക്ഷേ ഇന്ത്യ അതിനപ്പുറം, ഇന്ത്യ അടിക്കാൻ പോകുന്നത് ഒരു യുദ്ധം എന്നതിനപ്പുറം പാകിസ്ഥാൻ നിവർന്ന് നിൽക്കരുത്, ആ തരത്തിലേക്ക് ഇനി പാകിസ്ഥാന്റെ ഒരു ചിന്തയിൽ പോലും തീവ്രവാദം എന്ന വാക്ക് വരരുത്, ആ രീതിയിലായിരിക്കും ഇന്ത്യ അടിക്കാൻ പോകുന്നത്. അടി കഴിയുമ്പോൾ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാകും. പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് വെള്ളം കിട്ടിയില്ല എന്ന് പറഞ്ഞ് കരയുന്നവരാണ് ഇവിടെ ഉള്ളത്. ഇന്ത്യയിലെ നിരപരാധികൾ മരിച്ചതിൽ അവർക്ക് വിഷമമില്ല. പാകിസ്ഥാനിലെ വെള്ളം കിട്ടുന്നില്ല, കൃഷി നശിക്കുന്നു എന്ന് പറഞ്ഞ് കരയുന്നവരോടാണ്. ഇത് ഇന്ത്യയാണ്. ഇന്ത്യയിലെ ജനങ്ങളെ കാക്കാൻ ശത്രുരാജ്യത്തെ തരിപ്പണമാക്കും, അതിലൊരു സംശയവും വേണ്ട.